ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ വെനിസുലയിൽ തന്നെ തുടങ്ങാം. അപ്പം വെനിസുലയുമായിട്ട് അമേരിക്ക ഒരു നയപരമായിട്ടുള്ളൊരു മാറ്റം, അതായത് ഇനി ആക്രമണങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. പിന്നെ ഈ കൊരീന, മരിയ കൊരീന എന്ന് പറഞ്ഞ ഈ ഒരു ലേഡിയെ അവിടെ ഇപ്പോൾ പുതുതായിട്ട് ഇനിയിപ്പം അടുത്തൊരു പ്രസിഡന്റായിട്ട് ഇപ്പോൾ അവിടെ അവരോധിക്കേണ്ട എന്നുള്ള തീരുമാനമാണ്. മാർക്കോ റൂബിയാണ്, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെനിസുലയുമായിട്ട് യുദ്ധമൊന്നുമില്ല. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് മരുന്ന് കടത്തുന്ന ആ ഒരു പ്രവൃത്തി തടയിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രീതിയിലൊരു ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മിസ്റ്റർ മദ്രോയ്ക്ക് ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. തുർക്കി ത്രൂ ആണ് ഈ ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. തുർക്കിയുമായിട്ട് സംസാരിച്ചൊരു മീഡിയേഷൻ, ഈ മദ്രോ അടുത്ത് സംസാരിച്ച് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഉപദേശം ഞങ്ങൾ കൊടുത്തതാണ്. എവിടെയാണോ പോയി സെറ്റിൽ ആകാൻ തീരുമാനിക്കുന്നത് ആ കൺട്രിക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പൈസ മുടക്കി യുഎസിൻ്റെ എക്സ്പെൻസസിൽ സെറ്റിൽ ചെയ്യാം താങ്കളെ എന്ന് പറഞ്ഞതാണ് അത്രേ. പക്ഷേ നിക്കോലാസ് അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇതാണ് യുഎസിനെ പ്രകോപിപ്പിച്ചതും അതിനെ തുടർന്നാണ് ഈ ആക്രമണം അഥവാ ഈ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. ഇതിനകത്ത് സൈഡിൽ ഞാൻ കുറേ ഇമേജസ് കാണിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഇവരുടെ ഈ മിലിറ്ററി ആസ്ഥാനങ്ങൾ, അതായത് ഇവരുടെ ഡിഫൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ സ്ഥാപനങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത്, അത് ഏതൊക്കെ മേഖലകളിലാണ് ഉണ്ടായിരുന്നത്, ഇതിന് മുമ്പുണ്ടായിരുന്ന രൂപം, അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം അതിന്റെ രൂപം, ആ രണ്ട് ഇമേജാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ചൈനയുണ്ട്, ഇറാനുണ്ട്, റഷ്യയുണ്ട്, ഇവരൊക്കെ തന്നെ ആയുധം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഹെൽപ്പും വെനിസുലയ്ക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ ഇത്രയും ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചിട്ടും വെനിസുലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിലാണ് എല്ലാവർക്കും ഒരു ഡൗട്ട്. അമേരിക്ക കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണോ എന്നുള്ള ഡൗട്ട്. അപ്പം ഇത് വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും, രണ്ട് പത്രങ്ങൾ, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ തന്നെ അമേരിക്ക ഈ ഒരു ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ളത് അറിയാമായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. ഇതിന് പീറ്റർ ഹെഗ്സെത്ത്, ഇതിനു മുമ്പ് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് പീറ്റർ ഹെഗ്സെത്ത്, ഇപ്പോഴത്തെ വാർ സെക്രട്ടറി അഥവാ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയുടെ. ഈ പുള്ളിക്കാരൻ വല്ല വാട്സപ്പ് ലീക്ക് വല്ലതും ചെയ്തു കൊടുത്താണെന്ന് അറിയത്തില്ല. ഇതിന് മുമ്പ് തന്നെ പുള്ളിക്കാരന്റെ പേരിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷൻസ് ഉണ്ട്. ഇത് അടുത്ത വിഷയമാണ്. അമേരിക്കയുടെ ഉള്ളിൽ അവിടുത്തെ കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിന്റെ ഉത്തരം, ഈ കോൺഫിഡൻഷ്യൽ ഡേറ്റ എങ്ങനെയാണ് ലീക്ക് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിന്റെ സെനറ്റിൽ ഉത്തരം കൊടുക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആഗോളതലത്തിൽ തന്നെ അമേരിക്ക ചെയ്തത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്. അമേരിക്ക പോലത്തെ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടത്തിന് പറ്റിയ പരിപാടിയല്ല എന്നുള്ള അഭിപ്രായമാണ് ആഗോളതലത്തിൽ നിന്ന് ഉയരുന്നത്. അപ്പൊ അതിനെ തുടർന്നാണ് അമേരിക്ക ഇപ്പൊ നിലവിൽ അവരുടെ ആ ഒരു പൊസിഷൻ ഇച്ചിരി മയപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ മയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്ന വാക്കുകളാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പൊ നിലവിൽ ഈ റോഡ്രിഗസ്, അവരാണ് ഇപ്പം നിലവിലെ പ്രസിഡന്റ് വെനിസുലയുടെ. ഇവർക്കെതിരെയും ആരോപണം വരുന്നുണ്ട്. അതായത് ഇവരും കൂടി അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് നിക്കോളാസ് മദ്രാവിനെ ഒറ്റിയതാണോ എന്നുള്ള ഡൗട്ടും കൂടി ഇവരുടെ മേളിൽ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യക്കുള്ളിൽ നിന്നും വളരെ ശക്തമായ രീതിയിൽ നിക്കോളാസ് മദ്രാവിനെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്നും തിരുവനന്തപുരത്ത് ഒരു പറ്റം ആൾക്കാർ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഗ്ലോബലി ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരം. ഇത് ഉടനെ തന്നെ ഇതിന് മറുപടി കൊടുക്കാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തിരുവനന്തപുരത്ത് നടത്തിയ നിക്കോളാസ് മദ്രാവോ വെനിസുല സോളിഡാരിറ്റി ആ ഒരു റാലി, ആ റാലി മാത്രമാണ് അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ അതിന്റെ മറുപടി ട്രംപ് വൈറ്റ് ഹൗസിൽ നേരിട്ട് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹു അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നു. ഇസ്രായേലിന്റെ നെസറ്റിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ വിഷയങ്ങൾ, ഒരു വലിയ നീണ്ട സ്പീച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ചിൽ ഈ വെനിസുലയുടെ ഉള്ളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈഡിൽ നിൽക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നെതന്യാഹു പറഞ്ഞത്. അതിൽ ആ ഒരു ഡൗട്ടും ഇല്ല, നെതന്യാഹുവിന്റെ നിലപാട് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിനെ തുടർന്ന് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നേരെ ഡയറക്റ്റ് ആയിട്ട് ഇറാന്റെ മേളിലേക്കാണ് വരുന്നത്. പുള്ളിക്കാരൻ സംസാരിച്ച് ഇറാനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇറാന്റെ ഉള്ളിലേക്ക് ഒരു ഫ്രീഡം, ആ ഒരു ഫ്രീഡത്തിന്റെ ഒരു ബ്രീത്ത് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്, ഇറാൻ ജനത ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കലും എക്സ്റ്റേണൽ പാർട്ടീസ് അത് ചെയ്യില്ല. ഇറാന്റെ ജനങ്ങൾ തന്നെയാണ് അവരെ ആരാണ് ഭരിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിന്റെ സ്വാതന്ത്ര്യം, ഇറാന്റെ സ്വാതന്ത്ര്യം ഇറാനികളുടെ കയ്യിലാണ്. അതിനുവേണ്ട സഹായങ്ങൾ ഞങ്ങൾ വേണമെങ്കിൽ ചെയ്തു കൊടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റ് സപ്പോർട്ട് അത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇപ്പം നിലവിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇറാന്റെ ഉള്ളിൽ ഈ കലാപങ്ങൾ വെറും സമരങ്ങൾ മാത്രമല്ലാണ്ട്, വെറും പ്രതിഷേധങ്ങൾ മാത്രമല്ലാണ്ട് അത് കലാപമായിട്ട് മാറുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി, അതുപോലെ തന്നെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെടിവെപ്പ്, അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിക്കേൽക്കുന്ന സാഹചര്യം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പം എമേർജ് ആവുകയാണ്. അതായത് കുറച്ചുകൂടെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഈ പ്രതിഷേധം. ഈ 2ാം ആഴ്ചയിലാണ്, ഇപ്പോൾ സെക്കൻഡ് വീക്കിലാണ് ഈ പ്രതിഷേധം തുടർച്ചയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതുവരെ IRGC ഭരണകൂടത്തിന് ഈ പ്രതിഷേധത്തിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരിതാപകരമായിട്ടുള്ള അവസ്ഥ. കാരണം എന്താണ്?
കാരണം ഈ റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ അതായത് കുറെ സ്ഥലങ്ങളിലൊക്കെ ആയത്തുൽ ഖമനയുടെ ഈ പോസ്റ്റേഴ്സ് എല്ലാം തന്നെ ഡൗൺ ചെയ്തിട്ട് അവിടെ എല്ലാം തന്നെ റൈസ പെലവിയുടെ പോസ്റ്റേഴ്സ് അവിടെ ഉയരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഈ ഒരു പ്രതിഷേധം നീണ്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ചേരിതിരിവ് ഇറാന്റെ ഉള്ളിൽ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഈ IRGC അനുകൂലിക്കുന്നവരുടെ ഒരു ടീം സെപ്പറേറ്റ് ആവും, മറ്റത് റൈസ പെലവിയെ അനുകൂലിക്കുന്ന ഷാ ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന മൊനാർക്കി റൂളിംഗ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ടീമുകൾ മറ്റൊരു പക്ഷത്താവും. അപ്പൊ അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ അടിക്കുള്ള സാധ്യത ഒരുങ്ങുന്നുണ്ട് ഇറാന്റെ ഉള്ളിൽ. ഇതിന്റെ ഇടയിൽ കൃത്യമായിട്ട് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്, ഞാൻ അമേരിക്കയുമായിട്ട് സംസാരിച്ചു, മീൻസ് ട്രംപുമായിട്ട് സംസാരിച്ചു, ഇതിനകത്ത് 400 kg എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ മുക്കി വെച്ചിട്ടുണ്ട്, അതിനെ തുടർന്നാണ് ഞങ്ങളുടെ അന്വേഷണം, ഞങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അത് എവിടെയാണ്, അത് ഏത് സ്ഥലത്താണ് പതുക്കി വെച്ചിരിക്കുന്നത്, ഇതെല്ലാം തന്നെ എല്ലാ ന്യൂക്ലിയർ പ്ലാന്റുകളും ഞങ്ങൾ രഹസ്യമായിട്ട് തന്നെ വെരിഫൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇറാനുമായിട്ടുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് ഇന്ന് തന്നെ ഇസ്രായേലിന്റെ സ്പൈ എയർക്രാഫ്റ്റുകൾ ഇറാനെ സർവൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാന്റെ ബോർഡറുകളിലേക്ക് കടന്നു ചെന്നതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പൊ അതായത് കൃത്യമായിട്ട് ഇവർ സർവൈലൻസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം നടത്തുന്ന പ്രതിഷേധക്കാരെ ഇവർ അനുകൂലിക്കും, അത് ഓപ്പൺ ആയിട്ട് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും വീണ്ടും ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു റൈവൽറിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നെതന്യാഹു ആഫ്റ്റർ ഹിസ് അമേരിക്ക വിസിറ്റ്. അതുപോലെ ഗാസയ്ക്കുള്ളിൽ 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ ഇന്ന് അടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ. അതുപോലെ തന്നെ നെതന്യാഹു പറഞ്ഞു വെച്ചത്, ട്രംപുമായിട്ട് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്, ഹമാസ് ഡിസാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് സംസാരിച്ചിട്ടാണ് phase 1 സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ടത് ഹമാസിന്റെ ചുമതലയാണ്, ഹമാസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹമാസ് ഡിസാം ചെയ്യുന്നത് വരെ യുദ്ധം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഗാസയ്ക്കുള്ളിൽ പൂർണ്ണമായിട്ട് ആക്രമണം നടത്താനുള്ള ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് നെതന്യാഹു കൊടുത്തിരിക്കുന്നത്. സൗദി യമന്റെ ഉള്ളിലേക്ക് മാരകമായ ആക്രമണം എന്ന് പറഞ്ഞാൽ അറഞ്ചം പുറഞ്ഞം അടിച്ച് തകർക്കുകയാണ്. ഇതിനകത്ത് STC എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിനെ ഞാൻ പുതിയ മാപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ പേയിൽ യെല്ലോ കളറിൽ, ഇവിടെ ഒരു യെല്ലോ കളറിൽ, ഒരു ഗ്രീനിഷ് യെല്ലോ കളറിൽ കാണിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പൊ STCയുടെ പക്കലുള്ളത്. STC ഇപ്പൊ രണ്ട് സൈഡിലായിട്ട് മാറിയിരിക്കുകയാണ്. മുക്കല്ല പോർട്ട് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും, ഹദ്രാമത്ത് ആ ഒരു പ്രൊവിൻസ്, എൻറ്റയർ പ്രൊവിൻസ് സൗദി ബാക്ക് ചെയ്യുന്ന യമനി ട്രൂപ്പുകൾ കൈയടക്കിയിരിക്കുകയാണ്. ശരിക്കും 4 ദിവസം കൊണ്ട് സൗദി അറേബ്യ ആ ഒരു എൻറ്റയർ റീജിയൻ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട്. ഇപ്പോഴും അവിടെ യുദ്ധം തുടരുന്നുണ്ട്. അപ്പൊ അങ്ങനെ തുടർന്നുള്ള ആക്രമണത്തിൽ സൗദി അറേബ്യ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം, അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ മാപ്പ് വയ്ക്കുന്നുണ്ട്, ലേറ്റസ്റ്റ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എൻറ്റയർ ഏരിയ ഓൾമോസ്റ്റ് സൗദി അറേബ്യ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അൽ മുക്കല്ല പോർട്ട് വരെ കംപ്ലീറ്റ് സൗദി അറേബ്യ പിടിച്ചെടുത്തിരിക്കുകയാണ്. STC ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. കുറെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.